ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുന്ന എല്ലാവരുടെ ശ്രദ്ധിക്ക്. എനിക്ക് റിംഗിൽ മാത്രമേ ഫൈറ്റ് ചെയ്ത ശീലമുള്ളൂ. ഇത് കൺസോൾ ഇതുപോലത്തെ സാധനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നോക്കാം. ഞാനാണ് അയ്യോ 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 കാരവനകത്ത് ഫുൾ ടൈം ഈ WWE കാർഡ്സ് കളിക്കുക, ഈ പാട്ടിടുക, ഇവരുടെ മാച്ചസ് കാണുക. ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഫസ്റ്റ് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ചത്തിരിക്കുകയാണ് എല്ലാവരും. അർജുൻ്റെ ഐപാഡിൽ മാച്ചിടും, ഇങ്ങനെ ഇരിക്കുന്നത് കാണും. എന്റെ മോനെ ഇതൊക്കെ എന്താടാ ഇതൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് സമിച്ച്. അപ്പൊ ഈ ഇപ്പൊ 3 അടിയാ ടക്ക് ടക്ക് ടക്ക്. ഈ 3 അടി കൊണ്ട് കാര്യം 2 അടിയിൽ തന്നെ അവന്റെ കിളി പോകും, അവന്റെ ഫസ്റ്റ് കിക്ക്. അപ്പൊ ആ കിക്കും അവൻ ആദ്യം കിക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവരും. ഞാൻ അപ്പൊ ആ ഷോട്ടിലുണ്ട്. അപ്പൊ ആദ്യം എന്റെ പൊടിയാ പോകുന്നത് ബാക്കിലോട്ട്. പൊടി പോയതിനു ശേഷമാണ് ഞാൻ പോകുന്നത്. ആ കിക്ക് കഴിഞ്ഞ് ഞാൻ ഒരു മൂലയില് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മാസ്റ്ററൊക്കെ വന്ന് വിളിച്ച് 2 പേര് പറയണ പോലെ ചെയ്യില്ലെങ്കിൽ ഇറങ്ങിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് ഞാനൊരു മല്ലയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ ഒപ്പോണൻ്റ് ആയിട്ട് ഇന്ന് റിങ്ങിൽ കയറാൻ വേണ്ടി പോകുന്നത് ചട്ടപ്പച്ച മൂവിയിലെ ഭസ്മാസുരനാണ്. വെൽക്കം ടു ദ റിംഗ് ശ്യാമപ്രകാശ് MS. എക്സൈറ്റഡ് ആണോ? ഭയങ്കരമായിട്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുന്ന എല്ലാവരുടെ ശ്രദ്ധിക്ക്. എനിക്ക് റിംഗിൽ മാത്രമേ ഫൈറ്റ് ചെയ്ത ശീലമുള്ളൂ. ഇത് കൺസോൾ ഇതുപോലത്തെ സാധനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നോക്കാം. ഞാനും ഒരുപോലെ തന്നെ എക്സൈറ്റഡ് ആണ്. ആൻഡ് 22-ാം തീയതി ചട്ടാപ്പച്ച റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, എന്തൊക്കെ ചേഞ്ചസ് ആണ്. കാരണം ആക്ടറായിട്ട് ഒരുപാട് റെക്കഗ്നൈസേഷൻ കിട്ടി, ഭസ്മാസുരനെ ഓഡിയൻസ് എല്ലാവരും ഏറ്റെടുത്തു. ആൻഡ് എന്തൊക്കെ ചേഞ്ചസ് വന്നു? ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് പറയട്ടെ. അത് ഭയങ്കര രസമുള്ള ചേഞ്ച്. അതായത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഇത്രത്തോളം കാണുന്നത്. അതൊരു ആസ് ആൻ ആക്ടറോ അല്ല, ലിറ്ററലി നമ്മളിപ്പോ എങ്ങനെ നമ്മുടെ സ്വന്തമായിട്ട് മുഖം നമ്മൾ എപ്പോഴാണ് കാണുന്നത്? നമ്മൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് കാണും, ഒരുങ്ങുമ്പോഴത്തേക്ക് പുറത്തു പോകുമ്പോൾ കാണും. അല്ല ഞാൻ തിയേറ്റർ നമ്മളെ കാണുന്നില്ല. പിന്നെ തിയേറ്ററിലെ 1-2 ചെറിയ ഷോർട്ട് ഫിലിം അതും കാണുന്ന ക്യാരക്ടറാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എന്നെ തന്നെ ഇത്രത്തോളം കാണുന്നത്. ഞാൻ അപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പോൾ ചെറിയൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇങ്ങനെയാണോ ചിരിക്കുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, എന്റെ മുഖം പോകുന്നത് ഇങ്ങനെയാണോ, ഇതൊക്കെ ആദ്യമായിട്ടാണ്. കാരണം ഇന്റർവ്യൂസും ഇങ്ങനെ കുറെ സാധനങ്ങൾ എക്സ്പീരിയൻസ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കാണുന്നില്ലല്ലോ. ഒരു സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു, ഇപ്പൊ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആണ്. ആക്ടർ എന്ന രീതിയിലും ഏത് രീതിയിലും ഞാൻ ഇത്രത്തോളം എന്നെ കണ്ടിട്ടില്ല സ്വന്തമായിട്ട്. കാരണം ഞാൻ സെൽഫി എടുക്കുന്ന ഒരാളല്ല. ഫോട്ടോസ് അങ്ങനെ ഞാൻ എപ്പോഴും ക്യാമറയുടെ പുറകിലാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങനെ കാണാറില്ല. ഇപ്പോഴാണ് ഞാൻ എന്നെ കാണുന്നത്. ഞാൻ എന്നെ ഇങ്ങനെ കാണുന്ന ഇത് കാണുമ്പോൾ ഞാൻ ദൈവമേ ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു കോൺഷ്യസ്നെസ് ആദ്യമായിട്ടാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അതുപോലെ ആക്റ്റീവ് ആകാനും തുടങ്ങി ഭയങ്കരമായിട്ട്. ഞാൻ ഇത്ര കാലത്തിലാണ് ഞാൻ എത്ര വർഷമായി ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ആ പടം 100 പോസ്റ്റ് എന്തോ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഈ ചത്തപ്പച്ചയുടെ പോസ്റ്റുകളാണ് ഇപ്പൊ കഴിഞ്ഞ കുറേ എണ്ണമായിട്ടുള്ളത്. ഞാൻ എന്റെ ഫോട്ടോസ് 2 മാത്രമേ 2-3 ഫോട്ടോസേ ഉള്ളൂ. ഞാൻ അങ്ങനെ എന്നെ തന്നെ അങ്ങനെ ഇടുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നേരെ ഉൾട്ടയായി ജീവിതം. അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ, കാരണം ചത്തപ്പച്ചയ്ക്ക് വേണ്ടി ക്യാരക്ടറിന് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, ബോഡി ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ ഒരു സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും എന്താ പറയാ, ഒരു സിനിമാറ്റോഗ്രാഫറിന് വേണ്ടത് ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു മൂവ്മെന്റ് ഒക്കെയാണ്. അപ്പൊ എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ? നമുക്കിപ്പോ സിനിമാറ്റോഗ്രാഫർ ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണമെന്നുള്ളത്. ഞാൻ ക്യാമറ ചെയ്യുമ്പോൾ എന്റെ ബോഡി റെസ്ട്രിക്ട് ചെയ്യാറില്ല. കാരണം ഇപ്പൊ നാടകം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും ഇതിപ്പോ ചെയ്തല്ലേ പറ്റൂ എന്നൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്തൊരു പടത്തിൽ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക, വെള്ളത്തിൽ ചാടുക, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. ഭയങ്കര സാഹസികമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ടായിരുന്നു. എക്സ്ട്രീം ആയിട്ടുള്ള ചില ഷോട്ടുകൾ എടുക്കണം. അപ്പം നമ്മൾ പെട്ടെന്ന് ഡൈനാമിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ്, പെട്ടെന്ന് നിൽക്കുന്നിടത്തുനിന്ന് താഴേക്ക് പെട്ടെന്ന് വരണം. ഇതൊക്കെ ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡിക്ക് പറ്റുന്നതല്ല. പക്ഷെ എനിക്ക് അത് ഒരിക്കലും അല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ക്യാമറ ഹോൾഡ് ഇരിക്കുന്നതുകൊണ്ട്, ഇത് ആക്ടറിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും, ഇത് എടുത്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ടും ആ ഒരു മൊമെന്റിൽ ആ സോണിൽ അത് വരും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മുടെ മുഖം വരുമ്പോഴും നമ്മുടെ ശരീരം കാണണം എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറും കൂടെ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ
ട്രാൻസ്ഫോർമേഷൻസ് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. ആവശ്യമുണ്ട്. അത് നമുക്കത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ലൈക്ക് മേക്കിംഗ് ഇറ്റ് വർക്ക്. നമ്മൾ ഒരു ഷോട്ട് കിട്ടുക എന്നുള്ളതല്ല, അതിന്റെ ഫിസിക്കാലിറ്റിയും അതിന്റെ വിഷ്വലിയും കൂടെ അതിനെ നമ്മൾ ക്യാരക്ടർ എന്താണ് അതിൽ ആവശ്യപ്പെടുന്ന ഒരു സാധനം ഫിസിക്കലി നമ്മൾ വിഷ്വലിയും കൂടെ കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെ ആണ്. പിന്നെ ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത് ബൈ ബൈ ബൈപ്പാസ് എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ റോഷൻ മാത്യു ഡയറക്റ്റ് ചെയ്യുന്ന നാടകം, അതിനകത്ത് ഞാൻ പ്ലേ ചെയ്യുന്ന ഒരു 10 വയസ്സുകാരനൊക്കെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇത്രയും വയറും ചാടി മറ്റേ മുടിയും വളർത്താൻ അങ്ങനത്തെ ഒരു രൂപം ഇതിന് പറ്റില്ലായിരുന്നു. അതിനു വേണ്ടി തുടങ്ങിയതാണ്. അപ്പം അതായിരുന്നു അത്. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ കൂട്ടുകാരും എൻ്റെ പാർട്ട്ണർ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഒരു ഫിറ്റായിരിക്കണം. എനിക്കും ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത് നാടകത്തിനും വന്നതിന് ശേഷമാണ്. അപ്പൊ അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ശരിയൊരു കുട്ടിത്തം ഉണ്ട്. ഞാൻ ആ പിക്ചേഴ്സ് കണ്ടപ്പോ ശരിക്കും ഒരു ചൈൽഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ശരിക്കും ഒരു കുട്ടിത്ത ഒരു ബോഡി ലാംഗ്വേജ് തന്നെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇറങ്ങിലോട്ട് കയറിയാലോ? ആരെയാണ് വേണ്ടത്? ഞാൻ ജോൺ സീന. റീമാച്ചല്ല, ബാക്ക് അടിക്കല്ലേ? സോറി, ബാക്ക്. റീമാച്ച് എക്സിറ്റ് കൊടുത്താൽ നമുക്ക് വേറെ എക്സിറ്റ് കൊടുക്കണ്ട. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ സെറ്റ് റീമാച്ച്. ഈശ്വര ഭഗവാനെ, കർത്താവ്, റോക്ക്. അല്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്നത്തെ കൺട്രോൾസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. റോക്ക് തകർക്കുക. ഇല്ല റിംഗിൽ മാത്രമല്ല റീമാച്ച് ആയിക്കോട്ടെ, എത്ര വേണമെങ്കിൽ കളിച്ചോ. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാള് ജോൺസിനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം WWE അത്രയും ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പൊ ഇടിക്കണമെന്ന് തോന്നിയിട്ടുള്ള ആരെയാണ്? ഞാൻ കുട്ടിക്കാലത്താണ് ഇതിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ എൻ്റെ വളരെ കുട്ടി എൻ്റെ അങ്കിളാണ്, എൻ്റെ മാമൻ ഭയങ്കര WWE ഫാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്ക് ഞാനും കസിൻസും മാമനൊക്കെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ ഇതാണ് പരിപാടി. WWE അന്ന് F-ന്ന് D-യിലേക്ക് മാറിയ സമയമാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരാള് ഷോൺ മൈക്കിൾസ് ഹീറോ ആവുന്നതിന് മുമ്പാണ്. ഷോൺ മൈക്കിൾസ് അന്ന് ഇന്ന് വില്ലനാണ്, എഡ്ജ് വില്ലനാണ്. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോൾ അണ്ടർടേക്കർ ഹീറോ, അണ്ടർടേക്കർ എൻ്റെ അന്നത്തെ ഹീറോ ആണ്. അടിക്കുമ്പോഴേ ഇങ്ങനെ കയറും രോമാഞ്ചം. അതെ, ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇത് കുഞ്ഞിലെ വിചാരിച്ചോണ്ടിരുന്നത് അവര് ശരിക്കും ഇങ്ങനെ അടിച്ച് വീട്ടിൽ ഇങ്ങനെ ഷോപ്പെട്ടിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരില്ല അണ്ടർടേക്കർ. അപ്പൊ ഞാൻ ശരിക്കും അങ്ങനെ ചെയ്യുന്ന ഏതോ ഒരു എപ്പിസോഡിലെ പുള്ളിക്കാരൻ കുഴിക്കത്തുനിന്ന് എനിക്ക് വരുന്നുണ്ടല്ലോ. ഞാൻ ശരിക്കും ഇയാള് കാരണം എത്രയോ വർഷമായിട്ട് ഇയാളിങ്ങനെ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ശരിക്കും ഇയാൾ എന്തോ അടിച്ചിട്ട് അതുപോലെ എന്തോ പിന്നെ കെയിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച പരിപാടി. അതൊക്കെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കുഞ്ഞിലത്തെ ആ ഒരു നമുക്കറിയില്ലല്ലോ ശരിക്കും ഇതിങ്ങനെ അല്ല ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് കുറെ നാളൊക്കെ ശേഷം എനിക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോ ആസ് എ സിനിമാറ്റോഗ്രാഫർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലൊക്കേഷനിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആദ്യമേ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ ലൈറ്റിംഗ് ആണോ, അവിടെ പൊസിഷൻ, പിന്നെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്നത് അതെന്തായിരിക്കും? ലൊക്കേഷൻ ആദ്യം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സണ്ണിനെ എങ്ങനെയാണ് സൺ ഡയറക്ഷൻ പോകുക എന്നുള്ളത്, സൺ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിനുശേഷം പിന്നെ ഇമോഷൻസിലൊക്കെ പിന്നെ വരുന്നത് ക്യാരക്ടേഴ്സും ഇതൊക്കെ അത് കുറെ കൂടെ ലേറ്റർ സ്റ്റേജിലാണ്. അപ്പോൾ ലൊക്കേഷൻ വൈസ് ആ സീനിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടോ, സ്പേസ് ഉണ്ടോ, പിന്നെ നമുക്ക് അതിനുള്ള ആ ഉദ്ദേശിക്കുന്ന എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ, അല്ലെങ്കിൽ അവിടുത്തെ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ബഡ്ജറ്റുള്ള പടങ്ങളാണെങ്കിൽ വി ക്യാൻ ഓഫ് കോഴ്സ് ചേഞ്ച് ദി കളർ പാറ്റേൺ. അവിടുത്തെ കളേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്യാം, നമുക്ക് ആർട്ടിൽ നമുക്ക് അഡീഷൻസ് കൊണ്ടുവരാം. ചില സിനിമകൾ അങ്ങനെ പറ്റില്ല. ഇപ്പോൾ തിയേറ്റർ പോലത്തെ പടങ്ങളിൽ അതിന് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര മിനിമമാണ്. ഓക്കെ, ഇപ്പോൾ ആർട്ട് ഡയറക്ടേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ കളർ ഗ്രേഡിങ് ചെയ്ത കളറിസ്റ്റുമായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും ആ സമയത്ത്? കളറിസ്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടുവേർഡ്സ് എൻഡാണ്. നമ്മൾ
ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത് ആർട്ട് ഡയറക്ടർ പിന്നെ ആയിരിക്കാം പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഇൻപുട്ട് ഉണ്ടാവുക ആർട്ട് ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്ന ആൾക്കാരാണ് മെയിനായിട്ട്. ഇവരാണ് ആ ലൊക്കേഷൻ വൈസ് നമ്മൾ അവിടുത്തെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയും ഡയറക്ടറിൻ്റെ കൂടെയും ആർട്ട് ഡയറക്ടറിൻ്റെ കൂടെ ഇവരുടെ കൂടെ ഇരുന്ന് നമുക്ക് എന്താണ് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ കൂടെ ഇരുന്ന് കഥയുടെ മൂഡ് മനസ്സിലാക്കി വി ഓൾ കം ടുഗെദർ ടു ഫോം എ കളർ പാലറ്റ്. അത് എപ്പോഴും നടക്കണമെന്നില്ല, മലയാള സിനിമ എക്സിബിഷൻ ഭയങ്കര പാടാണ്. പക്ഷേ മാക്സിമം നമ്മളതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഒരു കോസ്റ്റ്യൂംസിനും ആർട്ടിനും കളറിങ്ങിനും കളറിങ് ആസ് ഇൻ ലൈറ്റിങ്ങിനും എല്ലാത്തിനും ഒരു ഡെഫിനറ്റ് പാറ്റേൺ ഒരു കളർ ഒരു സ്കീം ഉണ്ടാക്കാൻ ശ്രമിക്കും. പിന്നെ അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് കളറിങ് ഗ്രേഡിങ്ങിൻ്റെ സമയത്ത്. ഇപ്പോൾ തിയേറ്റർ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു ബൈ പാസിൽ. ഇപ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് കാണുമല്ലോ, അതെന്തൊക്കെയാണ്? എന്തെങ്കിലും റൂൾസ് ഉണ്ടോ ഇന്നൊരു പൊസിഷനിങ് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യേണ്ട രീതികൾ? അങ്ങനെ റൂൾസ് ഇല്ലാത്തൊരു സ്ഥലമാണ് തിയേറ്റർ. റൂൾസ് എനിക്കില്ല. നമ്മൾ റിയൽ ബോർഡ് അല്ലെങ്കിൽ സിനിമയിൽ എപ്പോഴെങ്കിലും നമുക്ക് 10 വയസ്സ് എനിക്ക് 10 വയസ്സായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ തന്നെ റൂൾ ബ്രേക്കിംഗ് ആണ്. യു ആർ ഗിവിങ് ഔട്ട് എൻ ഇല്യൂഷൻ ഓഫ് തിങ്സ്. നമുക്ക് തിയേറ്ററിനകത്ത് ഒരിക്കലും നമുക്ക് റിയൽ സെറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വീട് കാണുകയാണെങ്കിൽ മരം കാണുകയാണെങ്കിൽ നമ്മൾ മരത്തിനെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ മരത്തിനെ നമ്മൾ കാണിക്കുകയാണ്. യു ക്രിയേറ്റ് എൻ ഇമേജ്. നമ്മൾ ഫീൽ ചെയ്യും. യു ക്രിയേറ്റ് എൻ ഇമേജ്. നമ്മൾ നമ്മുടെ കൈൻ്റെ ജസ്റ്റേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ശബ്ദങ്ങൾ കൊണ്ടോ നമ്മളൊരു ഇല്യൂഷൻ ഉണ്ടാക്കുന്നു. ആ ഇല്യൂഷനെ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റണം. അത് നമ്മൾ സക്സസ്ഫുള്ളി ചെയ്യുമ്പോഴാണ് അവിടെ ആ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ റൂൾസ് ഇല്ല. സോ ദർ ഇസ് നോ റൂൾസ്. പിന്നെ ആസ് ആൻ ആക്ടർ ഫോർ തിയേറ്റർ റൂൾസ്, ഒരു റൂൾ കീപ്പ് ചെയ്യണം എന്ന് എന്തെങ്കിലും റൂൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുക കീപ്പിംഗ് എ ചൈൽഡ് ലൈക്ക് എനർജി. ഒരു കുട്ടിയുടെ ഇന്നസെൻസ്, ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും അതിപ്പോൾ തിയേറ്റർ ആക്ടർ മാത്രമല്ല ആസ് ആൻ ആക്ടർ ആ ഒരു ക്യൂരിയസ് എനർജി ഉണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഒരു വലിയ ഡയറക്ടർ രാജീവ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ പറഞ്ഞ കാര്യമാണ്, യു ഷുഡ് ഹാവ് എ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ടു ബിക്കം എ ഗുഡ് ആക്ടർ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെ ആ ഒരു റൂൾ കീപ്പ് ചെയ്യാൻ പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് കാര്യമെങ്കിലും ഇങ്ങനെ നിൽക്കണമല്ലോ. ആ ഒരു എന്ത് ക്യാരക്ടറായാലും അതിനെ എത്രത്തോളം നമ്മൾ ചോദ്യങ്ങൾ അതിനെപ്പറ്റി ചോദിക്കുന്നു, എത്രത്തോളം നമ്മളൊരു ക്യാരക്ടറിനെ പറ്റി ചോദിക്കുന്നു, അല്ലെങ്കിൽ കഥയെപ്പറ്റി ചോദിക്കുന്നു, ആ സിറ്റുവേഷനെ പറ്റി ചോദിക്കുന്നു, ടുവേർഡ്സ് യുവർ സെൽഫ്, ടുവേർഡ്സ് ഡയറക്ടർ, ആരോടെങ്കിലും. അപ്പം ആ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലാണ് നമുക്കൊരു നല്ലൊരു ആക്ടറായിരിക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു റൂൾ. ഇപ്പോൾ ഞാൻ ശ്യാമപ്രകാശാണ് ഇൻ്റർവ്യൂന്ന് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരാളോട് 2 പേരോട് ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോക്യുമെൻ്ററി വെക്കാനായിട്ട് ലേറ്റ് ആയി പോയത്? ഡോക്യുമെന്ററി അരുൺ ബോസ് ആയിരിക്കും. കണ്ടുപിടിച്ചു. അരുൺ ബോസ് ഹി വാസ് മൈ എൻ്റെ മാത്രം എൻ്റെ ടീച്ചറായിരുന്നു കോളേജിൽ. പ്രൊഫസർ. പുള്ളി ഉദ്ദേശിക്കുന്നത് ഡോക്യുമെന്ററി അല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി മാറിപ്പോയത്. പുള്ളി കഥ അറിയാം. ഇതിന്റെ തീസിസ് ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഐ ആം പ്രിറ്റി ഷുവർ. അത് എന്തുകൊണ്ട് വൈകിപ്പോയി എന്ന് ചോദിച്ചാൽ അത് ആ കഥ പറയണോ? വേണമെങ്കിൽ നമുക്ക് അത് ആ കഥ പറഞ്ഞാൽ പറയണ്ട. പബ്ലിക്കലി പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റുന്ന കുഴപ്പമൊന്നുമില്ല. അതായത് എൻ്റെ ഓ മൈ ഗോഡ്, ഇതൊരു എക്സാമ്പിളായിട്ട് ആരും ഇത് ഞാൻ കുഴപ്പമില്ല പറയാം. അത് എൻ്റെ ദൈവമേ. ഓക്കെ. അപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ എൻ്റെ തീസിസ് വർക്ക് എന്ന് പറയുന്നത് പുള്ളിയുടെ തന്നെ വിഷയമായിട്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഗോഡ് ഫാദർ എന്ന സിനിമയെ പറ്റിയിട്ടുള്ള ഒരു സൗണ്ട് ആൻഡ് വിഷ്വൽ അനാലിസിസ് പോലെയാണ് ഞാൻ കൊടുത്ത സബ്ജക്റ്റ്. ഞാൻ കോളേജിൽ എക്സ്ട്രീംലി ആക്റ്റീവായിട്ടൊരു ആളാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാൻ നാടകം, പാട്ട്, മറ്റേത് മറിച്ചത്, ഇങ്ങനെ എല്ലാ പരിപാടിക്കും പോകും. ഞാൻ അവിടുത്തെ ഫൈനൽ ഇയറിൽ അവിടുത്തെ ഒരു വി ഹാവ് എ ഹാൾ സിസ്റ്റം. അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. ഇപ്പോൾ ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് ഞങ്ങളുടെ ഹാളിൽ. അപ്പോൾ ഞാൻ അവിടുത്തെ സ്പീക്കറും കൂടിയാണ്. ഐ എം ഹോൾഡിംഗ് എ പൊസിഷൻ. അപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുക, ക്ലാസ്സിൽ പോകുക പറഞ്ഞ ജേർണലിസമാണ്. പലരും പോവുക, ക്ലാസ്സിൽ പോകാന്ന് പറഞ്ഞ പരിപാടിയൊക്കെ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ കോളേജ് ആക്ടിവിറ്റീസ്, എൻ്റെ കോളേജ് ഇവൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ സാധനം വെക്കണമല്ലോ. ഞാൻ ഒന്നും വെച്ചില്ല. അപ്പോൾ അരുൺ ബോസ് ആയിരുന്നു എൻ്റെ മെൻറ്റർ. ഞാൻ പുള്ളിക്കാരൊന്നും കൊടുത്തില്ല, വെച്ചില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇനി ഫൈനൽ എക്സാമിന് 2-3 ദിവസം കൂടെ ഉള്ളൂ.
ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഗോഡ് ഫാദർ സിനിമ അപ്പൊ കണ്ടിട്ടില്ല. നന്ദി. ഞാൻ കണ്ടിട്ടേ ഇല്ല പടം. ഇപ്പം എന്നിട്ട് എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തു? കേക്ക് അല്ല, അത് നമ്മൾ ചൂസ് ചെയ്യുന്ന കുറെ കാലം മുമ്പാണല്ലോ. അപ്പൊ അത് ആ പടം കണ്ട് അതിനെ പറ്റി എഴുതാന്നുള്ളതാണ് എന്റെ ഒരു ഇത്. എന്റെ അമ്പത്തൊക്കെ ഞാൻ പറയും പോട്ടെ. അപ്പൊ ഞാൻ ഓക്കെ, നാളെ ഫൈനൽ എക്സാം, വൈവയാണ്, ഫൈനൽ വൈവ. അപ്പോൾ തലേ ദിവസമായി ഞാൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല തീസിസിന്റെ. പടം കണ്ടിട്ടില്ല. 3 പടമുണ്ട്. അപ്പൊ ഈ ദിവസം രാത്രി ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ബോസിനെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന്. ഞാൻ ചെയ്തില്ല. എനിക്കറിയില്ല. നേപ്പാളിക്ക് ഞാൻ എന്തോ ചെയ്യാത്ത എനിക്ക് അറിഞ്ഞൂടെ. എന്തോ കാരണം കൊണ്ട് ചെയ്തില്ല. ഞാൻ നോക്കിയപ്പോൾ 3 പടമുണ്ട്. 3 പടം, ഓരോ പടത്തിൽ 2-3 മണിക്കൂറുണ്ട്. ഇത് മൊത്തം 6 മണിക്കൂർ. രാത്രി അടുത്ത ദിവസം രാവിലെ 9:30 എനിക്ക് സബ്മിഷനാണ്. ഇത് ഒരു കാരണവശാൽ ഇത് തീരില്ല. ഇത് 6 മണിക്കൂർ പടം കണ്ട് അതിന് നടക്കില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഈ പടം ഇത് വിട്ടേക്കാം, സബ്മിറ്റ് ചെയ്യണ്ട, നമുക്ക് അടുത്ത വർഷം വന്ന് എഴുതാം, സപ്ലൈ കിടന്നോട്ടെ. അല്ല ഞാൻ തിരിച്ച് കിടന്നു വിട്ടിട്ട് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈശ്വര ഇത്രയും വർഷം 3 വർഷം പഠിച്ച ഒരു സപ്ലൈ പോലും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടൊരു സപ്ലൈ, അതും ഈ വിഷയത്തിന്, എൻ്റെ വിഷയത്തിന് മോശമല്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൺലൈനിൽ കയറിയിട്ട് ഗോഡ് ഫാദറിനെ പറ്റിയിട്ടുള്ള ഞാൻ ഓടിച്ച്, എൻ്റെ 3 പടമുണ്ട്, എൻ്റെ ചില സീൻസ് ഓടിച്ചോടിച്ച് കണ്ടു. അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ആർട്ടിക്കിളും വായിച്ചു, ഗോഡ് ഫാദറെ പറ്റിയുള്ള എല്ലാ സാധനങ്ങളും. എന്നിട്ട് ഞാനങ്ങ് എഴുതാൻ തുടങ്ങി. ഒരു 10 മണിക്ക് എഴുതാൻ തുടങ്ങി. ഒരു 1 മണി വരെ, അല്ല 12 മണി വരെ നോക്കി. ഒരു പാരഗ്രാഫ് എഴുതി വിട്ട്. നടക്കൂല. പിന്നെ ഇരുന്ന് കിടന്നു, സപ്ലി തന്നെ. പിന്നെ കിടന്നു. 2 മണിക്ക് പിന്നെ എണീറ്റില്ല, സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല ഞാൻ. 2 മണിക്ക് പിന്നെ എഴുതി. 2 മണിക്ക് തുടങ്ങി ഒരു 6-6:30 വരെ എഴുതി. ഒരു 35 പേജോ 40 പേജോ എന്നാണ് മിനിമം റിക്വയർമെന്റ്. 40-41 പേജ് ഞാൻ എഴുതി. പിന്നെ നമ്മുടെ ജേർണലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലേജറൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, അവർ പിടിക്കും. നമുക്ക് എഴുതിയേ പറ്റൂ. അപ്പം ജീവിതത്തിന് ആദ്യമായിട്ടാണ് 50 പേജൊക്കെ ഞാൻ ഒറ്റയിരിപ്പിന് എഴുതുന്നത്. പക്ഷെ എന്തോ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി ഈ കണ്ട സീൻസ് വെച്ചിട്ടും ഈ വായിച്ച ആർട്ടിക്കിൾ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മനോധർമ്മമാണ്. പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ചുമ്മാ തള്ളി എഴുതി തീർത്ത്. അപ്പൊ എനിക്കിതിന്റെ ഫോമാറ്റൊക്കെ എനിക്കറിയാം. ഞാൻ ആരെ വിളിച്ചു ചോദിച്ചു, അവൻ പറഞ്ഞ ഫോമാറ്റ് തെറ്റിപ്പോയി. ഇത് കൊണ്ടുപോയി അടുത്ത ദിവസം രാവിലെ കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എക്സ്റ്റേണൽ വന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ചോദിച്ചു. അപ്പോൾ ആദ്യം വന്നിട്ട് ഫസ്റ്റ് പേജ് കണ്ടപ്പോൾ ഇത് മുഴുവൻ തെറ്റാണല്ലോ മോനെ. സോറി മാം, അത് ഒരിക്കൽ എല്ലാം ഉണ്ടാക്കാം, ഞാനിത് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അത് പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് വരണ്ട, നീ ഫൈനൽ വന്നാൽ മതി എന്ന് പറഞ്ഞാണ് ബോസൊക്കെ ഇരിക്കുന്നത്. ബോസൊക്കെ ഭയങ്കര ദേഷ്യം കേട്ടോ, എല്ലാവരും ഭയങ്കര കൽപ്പില്ല. ഞാൻ അവരെ മൊത്തം നോക്കുന്നില്ല. ഇവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുമല്ലോ ഗോഡ് ഫാദറിനെ പറ്റിയിട്ട്. അപ്പൊ ഏത് സീനാണ് ഇഷ്ടപ്പെട്ടത്? ആ സീനില്ലേ, ആ സീൻ വൻ പൊളിയായിരുന്നു. ആ സീനിനകത്തുള്ള സൗണ്ടിന്റെ ആ ഒരു ഇത് എന്നും പറഞ്ഞ് വളരെ ജനറലൈസ് ചെയ്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ എനിക്കിത് ഭയങ്കര താല്പര്യമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ടും ഞാനിത് ഫോളോ ചെയ്തതുകൊണ്ടും കുറച്ച് കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ടും പിടിക്കപ്പെട്ടില്ല, പിടിച്ചു തന്നു. എന്നിട്ട് ഞാനിത് സാധനം സബ്മിറ്റ് ചെയ്തു. എനിക്കൊന്ന് 75 അങ്ങനെ എന്തോ ഒരു മാർക്കും കിട്ടി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ആ പടം കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. ഞാൻ അന്ന് രാത്രി പോയി കണ്ടു. സബ്മിറ്റ് ചെയ്ത എൻ്റെ അന്ന് രാത്രി ഞാൻ ടെൻഷൻ കഴിഞ്ഞല്ലോ. അന്ന് രാത്രി വരുന്ന 3 പടം കണ്ടു. ഇതാണല്ലോ ഞാൻ ഈ പടത്തിനെ പറ്റി എഴുതിയത്, ദൈവമേ എന്ന് ഞാൻ ഞാൻ ഈ മരുവിലെ ഷൂട്ടിനിടയിൽ ഞാൻ പറഞ്ഞത് സത്യം പറയാനുണ്ട്, അന്നത്തെ സംഭവമില്ല, ഞാൻ ആ പടം കണ്ടിട്ടില്ല. ഇപ്പൊ അരുൺ ബോസ് നമ്മുടെ അടുത്ത് പറഞ്ഞു, അരുൺ ബോസ് ആണ് സിനിമാറ്റോഗ്രാഫി ആൾക്ക് ചേരുമെന്ന് പറഞ്ഞ് അതിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരാളുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആക്ടിങ്ങിലേക്ക് ഇപ്പൊ വന്നല്ലോ, അപ്പൊ ആക്ടിങ് ആണോ പാഷൻ, സിനിമാറ്റോഗ്രാഫി ആണോ പാഷൻ? രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ്. പക്ഷെ കുറച്ചും കൂടെ ഉള്ളിൽ നിന്ന് ആ കുട്ടിത്തം ബബിൾ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ടിങ്. കൊച്ചിലെ മുതലേ ഉള്ള ഒരു സജിൻ. ഓക്കെ, സജിനും അറിയാം. സജിനും ഞാൻ അഭിനയിക്കുന്ന കാര്യമൊക്കെ അറിയാം. അപ്പൊ സജിൻ തിയേറ്ററിൽ ഞാൻ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പാഷൻ ഡെഫിനറ്റ്ലി രണ്ടും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ഫീൽഡാണ്. സിനിമാറ്റോഗ്രാഫി ഭയങ്കര പ്രയാസമുള്ള ഫീൽഡാണ്. ഭയങ്കര റിസ്കിനെക്കാട്ടും ഭയങ്കരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വർക്ക് ചെയ്യാനും. ഞാൻ അങ്ങനത്തെ ഒരു വർക്കഹോളിക് ആയിട്ടുള്ള മനുഷ്യനുമാണ്. പക്ഷെ മറ്റേത് വേറൊരു എൻജോയ് ചെയ്ത് ഭയങ്കര നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. ഞാൻ നാടകം ചെയ്യുന്ന സമയത്ത് ഞാൻ ആ റിഹേഴ്സൽ തുടങ്ങി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോണും മാറ്റി എല്ലാം മാറ്റി വെച്ച് ഞാൻ വേറൊരു മനുഷ്യനാണ്. അപ്പൊ എനിക്ക് അത് ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. അത് കൊച്ചിലെ മുതൽ ഉണ്ടായ ഒരു അരുൺ ബോസ് ആണേലും പറഞ്ഞു,
ഭസ്മാസുരൻ ആണ് ശരിക്കും റിയൽ ലൈഫിൽ നിന്ന്. കാരണം ആക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്, എല്ലാം പോവും, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, എല്ലാം പോവും. നമുക്ക് എന്താ ഒരു ഗെയിം പിന്നെ വേറെ നമുക്ക് വേറെ ആൾ പിടിച്ചാലോ? ഇതൊക്കെയായി വരുമ്പോൾ ഓക്കെ എക്സ്ട്രീം റൂൾസ് എന്താ ബ്രോൾ ചുമ്മാ ബ്രോ എന്റെ പൊന്നു അതാ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ചുമ്മാ കാണുന്നതാ. നമുക്ക് എനിക്ക് വെയിറ്റ് ആരുള്ള സെത്ത് റോൾസിനെ പിടിച്ച് നോക്കട്ടെ. അതെനിക്കല്ലേ? അല്ല അപ്പൊ ലെഫ്റ്റ് സൈഡ് അല്ലേ? അപ്പൊ എനിക്കല്ലേ? ഓക്കെ, അത് സെറ്റ് ആയിക്കോ. ഷോൺ മൈക്കിൾസ് ഉണ്ടോ? ഷോൺ മൈക്കിൾസ് ഇല്ല. അത് കിട്ടില്ല അല്ലേ? ഓ ഓക്കെ. അണ്ടർടേക്കർ ഇല്ല അല്ലേ? അണ്ടർടേക്കർ ഉണ്ടാവുമല്ലോ. യു അല്ലേ താഴെ പോണം. അണ്ടർടേക്കർ യെസ്. ഓക്കേ, ഞാൻ കെയ്ൻ നോക്കട്ടെ. കെയ്ൻ ടേക്കർ വേഴ്സസ് കെയ്ൻ അല്ലേ? ഒരു ഇമോഷണൽ ആണല്ലോ. പക്ഷെ ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടു. WWE കളിച്ച് ഭസ്മം ഇല്ലാതായി പോയില്ല. പൊളിച്ചാൻ പറയുന്നു. പക്ഷെ ഉണ്ടല്ലോ ആ ശരിക്കും ഒരു എൻട്രി ഉണ്ടല്ലോ. നമ്മള് തിയേറ്ററിൽ ഇരുന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം ഞാൻ പറയുന്നത് അതായത് നമ്മുടെ തിയേറ്ററിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എങ്ങനെയായിരിക്കും ഭസ്മാസുരനെ ഇൻട്രോ ചെയ്യുന്നത്. കാരണം അത്ര നേരം ഭസ്മം ഒന്നുമില്ല, അവർ ഇൻട്രോ എങ്ങനെയായിരിക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമല്ലായിരുന്നു. ശരിക്കും ഇൻട്രോ എന്റെ പൊന്നെ തിയേറ്ററിൽ മൊത്തം കയ്യടിയായിരുന്നു. കാരണം വെരി ഓണസ്റ്റ്ലി ഞാൻ ഇത് കഥ കേൾക്കുമ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല ഈ സാധനത്തിൽ. ഞാൻ അദ്വൈതത്തെ ഒരുപാട് അദ്വൈതത്ത് വേണം. കാരണം എനിക്ക് ഇമേജ് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇവൻ ഭസ്മത്തിൽ കുളിച്ച് നിൽക്കുന്ന ഇമേജ് എനിക്ക്. പക്ഷെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഞാൻ മാത്രം വേറൊരു രൂപത്തിൽ നിൽക്കുക. എനിക്കൊരു ഇത് കിട്ടുന്നില്ല. അതായത് ഞാനാണ് കഥയ്ക്കകത്ത് ഞാനാണ് ഈ കോസ്റ്റ്യൂംസ് മുഴുവൻ വർക്ക് ചെയ്യാണ്, ഈ കോസ്റ്റ്യൂംസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മെൽബിയാണ് പടത്തിന്റെ കോസ്റ്റ്യൂംസ്. ഞാൻ പറഞ്ഞ കഥയ്ക്കകത്ത് മെൽബിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് തീരില്ല. അയ്യോ എന്റെ അമ്മയോ എന്തൊരു മച്ചാനാണെന്ന് പറയും. അടിപൊളി, കിട്ടില്ല മച്ചാൻ. പുള്ളിയാണല്ലോ അത് മൊത്തം ആ ഏരിയ മൊത്തം ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ കോസ്റ്റ്യൂംസ്, ഞാൻ വർക്കിയുടെ കോസ്റ്റ്യൂംസ് വർക്കി ടൈലറാണ്. അപ്പോൾ മെൽബി പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞാൻ മറ്റേ അഴിഞ്ഞാടാൻ പോവാണ്. കാരണം വർക്ക് ടൈലർ ആയതുകൊണ്ട് എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എന്റെ കോസ്റ്റ്യൂം ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം. ഇവന്റെ ഷർട്ടിന്റെ തന്നെ പീസസ് കൊണ്ട് പാൻസിനും സൈഡൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാ പാൻസിലും അവന്റെ ഷർട്ട്സിന്റെ ഒരു പീസ് ഉണ്ട്. ഇതെല്ലാം ഒരു ടൈലറിന്റെ ഹെൽപ്പർ എന്നുള്ള രീതിയിലാണ് ഇവൻ തന്നെ അടിക്കുന്നത്. അതൊക്കെ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് എന്നെ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ ഫാഷൻ സെൻസ് ഭയങ്കര മോശമാണ് ഒന്നത്. പക്ഷെ ഇത്രത്തോളം രസമായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്ര നല്ല ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്. അതൊക്കെ മെൽവിയുടെ വൻ പൊളി. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ, അദ്വൈതൻ അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഈ സംഭവം വർക്ക്ഔട്ട് ആവുമോ. കാരണം എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. വൈ വർക്കി എന്തിനാണ് സ്വയമേ ഭസ്മം ഇട്ട് പോകുന്നു എന്നുള്ള റീസൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അദ്വൈത് ഭയങ്കരമായിട്ട് അങ്ങനെ പക്ഷേ ഇത് വർക്കാവും സെറ്റാണ്. ഐ ഹാവ് ടോട്ടൽ വർക്കിയുടെ രൂപം മാത്രമാണ് അദ്വൈത് ആദ്യം തൊട്ടേ ഫിക്സ് ചെയ്ത ഒരു സാധനം. അങ്ങനെ തന്നെ വന്നത്. ബാക്കി എല്ലാവരുടെ രൂപങ്ങളും മെൽവി വന്നതിന് ശേഷം കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതെ, കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്റേത് ഹി വാസ് വെരി ക്ലിയർ ഓൺ ഹൗ അതായത് ഈ പൊടി പറക്കണം എന്നുള്ള രൂപം എന്നുള്ള ഇമേജ് അദ്വൈതന്റെ മനസ്സിൽ ഫ്രം ദ ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ വരികയും ചെയ്തു. അത് ഭയങ്കരമായിട്ട് വർക്ക് ആവുകയും ചെയ്തു. അപ്പൊ അതിനുശേഷമുള്ള ഡിസ്കഷൻ വന്ന ആഡ് ഓൺസ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇവന്റെ കരച്ചിൽ മറയ്ക്കാൻ വേണ്ടി ഒരു സാധനം ചെയ്യാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് കൺവിഷൻ വന്നു. ഓക്കെ, അപ്പൊ ദറ്റ്സ് എ റീസൺ വൈ ഹി ഈസ് ഡൂയിങ് ദിസ്. അപ്പൊ അതിനുശേഷം കൊണ്ട് ഈ ആഡ് ഓൺസ് പരിപാടിയൊക്കെ നമ്മൾ അത് ഓൺ ദ സ്പോട്ടിൽ. അപ്പൊ എന്റെ ഒരു കൺസേൺ ആണ്, ഇത് ഭസ്മം നിറച്ചു കഴിഞ്ഞാൽ മുഖം എക്സ്പ്രഷൻ കാണാൻ ഇത്രത്തോളം ഇമോഷണലായിട്ട് സംസാരിക്കുന്ന സാധനമാണ്. അറിയാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെയാണ് ഈ കണ്ണീര് വരുന്ന സാധനവും ഇതൊക്കെ അങ്ങനെ ചെയ്തോണ്ടാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു കരച്ചിലിന്റെ അത് എടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഇതെല്ലാം. ലാസ്റ്റ് അതിന് ഒരു ക്ലാരിറ്റിയും കിട്ടി ആ ഒരു ക്യാരക്ടർ. അതെ അതെല്ലാം ഡിസ്റ്റർബ് ചെയ്തില്ല.
ഞാനാരായിരുന്നു കെയിൻ എൻ്റെ അമ്മേ. നെക്സ്റ്റ് അണ്ടർടേക്കറാണ് എനിക്ക് ഇഷ്ടം. നെക്സ്റ്റ് അണ്ടർടേക്കർ ആണോ ഇഷ്ടം? സ്വിച്ചിനോ? ഞാൻ തോറ്റുപോയല്ലോ. ഇതെവിടെ ഇത്? ഞാനിത് കളിച്ചോട്ടെ. വെരി നൈസ്. ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ വെരി നൈസ്. ഞാനിവിടെ കിടന്ന് കൊള്ളണം മോനെ, അടിച്ചോ അടിച്ചോ. വെരി ഗുഡ്. വെരി നൈസ്. ഞാനല്ലേ എണീറ്റ് പോരെ, എണീറ്റ് പോരെ, എണീറ്റ് പോരെ. അടിക്കടാ അടിക്കടാ. ഞാൻ കളിക്കുന്ന അണ്ടർടേക്കർ എണീക്കടാ, എണീക്ക് 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 എണീക്ക്. എന്റെ പൊന്നെ ചത്ത് 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 ചത്ത്. ഇല്ല ഇല്ല, അത് തന്നെ. ഇത് പറ്റുന്നില്ലല്ലോ എനിക്ക്. കൊള്ളാം. ഇല്ല ഇല്ല ഇല്ല, എന്റെ മൂവ് പൊളിച്ചു. അതെ, ഗുഡ് ജോബ്. എനിക്ക് ഒന്നും എനിക്ക് പറ്റണില്ലല്ലോ. കൊടുത്തോളൂ എണീക്ക് 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 എണീക്ക്. അവിടെ പോയി എടുത്തോ. ഇല്ല ഇല്ല ഇല്ല, എണീക്ക് വാ, എണീറ്റ് വാ. ഓടി വരൂ. ഇല്ല, ഞാൻ മാറട്ടെ. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് വർക്കാവുന്നില്ല. വർക്കാവുന്നുണ്ടല്ലോ, നന്നായി വർക്കാവുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ സമ്മതിച്ചില്ല. നോ 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 നോ, തീർന്നു പോയി. വിട്ടേക്ക് വിട്ടേക്ക്. ഒരു ബട്ടൺ പിടിച്ച് നിൽക്കാൻ ഞാൻ ജയിച്ചു. ഞാൻ രാജിവെച്ചു, ഓട്ടോമാറ്റിക്കായിട്ട് ജയിച്ചു. പോണു. ഞാൻ തീർന്നില്ല, ഇനി എന്താ? കേറ് കേറി. ഇനിയുണ്ടോ? കെയിൻ എന്താ അവിടെ കാണിക്കുന്നത്? ഇറങ്ങി വരുന്നുണ്ട്. സത്യം പറയട്ടെ, സത്യം പറഞ്ഞു, ഒറ്റ ബട്ടൺ പോലും ഞെക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഞെക്കിയ ബട്ടൺ ഒന്നും പ്ലേ ആയിട്ടില്ല. അപ്പൊ ആരെ ഗെയിം ഞെക്കുന്നില്ല. ഞാൻ കമ്പ്യൂട്ടറാ, പക്ഷേ ഞാനിവിടെ മരിച്ചു കളിക്കുന്നുണ്ട്. ചത്താപ്പച്ച ചെയ്യുന്നതിന് മുന്നേ WWE റിവാച്ച് ചെയ്തായിരുന്നു. കുറച്ച് ഈ ഡാറ്റു, നമ്മുടെ എല്ലാവരും ഡാറ്റു ഭയങ്കര WWE ഫാനാണ്. അപ്പൊ അവൻ നമ്മള് സെറ്റിനകത്ത്, നമ്മള് കാരവനകത്ത് ഫുൾ ടൈം ഈ WWE കാർഡ്സ് കളിക്കുക, ഈ പാട്ട് ഇടുക, ഇവരുടെ മാച്ചസ് കാണുക. ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഫസ്റ്റ് ഫൈറ്റ് ഒക്കെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ചത്തിരിക്കുകയാണ് എല്ലാവരും. നമ്മൾ ടി വി കൊണ്ടവിടെ ടി വിക്കകത്ത് നമ്മൾ മാച്ച് ഇടും, അല്ലെങ്കിൽ ഫോണിനകത്ത് മാച്ച് ഇടും, അർജന്റ് ഐപാഡിൽ മാച്ച് ഇടും. ഇങ്ങനെ ഇരിക്കുന്നത് കാണും. എന്റെ മോനെ, ഇതൊക്കെ എന്താടാ ഇതൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് നമിച്ച് തൊഴുത്. എന്റെ അമ്മേ, നമുക്ക് 2-3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ശ്രാവന്റെയും ഡേവിസിന്റെയും. ശ്രാവൺ APNs എന്ന് പറഞ്ഞൊരു സ്ഥലം നടത്തുന്നുണ്ട്. അപ്പം മൂവ്മെന്റ് ട്രെയിനിങ്, ഈ പാർക്കൗറാണ് ശ്രാവൺ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഡേവിസ് ആണെങ്കിൽ ഇഞ്ചറി പ്രിവെൻഷൻ, നമ്മുടെ ബോഡി ഫിറ്റ്നസ് ആണ് ഡേവിസ് നോക്കിയത്. ഇപ്പം രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. എസ്പെഷ്യലി ഡേവിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവും. എങ്ങനെ പോലും ഈ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ബോഡിയെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈ കാല് മടങ്ങുക, വീഴുമ്പോൾ ഇതൊക്കെ ഉളുക്കും, മറ്റേ ഒടിവ് ഇതൊക്കെ പലതും ഉണ്ടാവും. അപ്പം അതിൻ്റെ ആഘാതം കുറയ്ക്കുക, നമുക്ക് എൻഡ്യൂറൻസ് കൂട്ടുക. നമുക്ക് ഒരു ദിവസം രാവിലെ 6-7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 9 വരെ ഈ അടിയാണ്. വീഴുന്നു, തലറങ്ങുന്നു, വീഴുന്നു, പിന്നെ അടിക്കുന്നു, കാലൊടിയുന്നു, ഒടിച്ച കാലിൽ അടി. ഓരോ വീഴ്ചയും തല ഇങ്ങനെ കിടന്ന് ഈ തല കുലുക്കാതിരിക്കുന്നത് വരെ ഒരു ട്രെയിനിങ് ഉണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് ഈ ഇമ്പാക്ട് തന്നെ ഈ ചെയ്യാൻ പറ്റും. കഴുത്തിന്റെ പൊസിഷനൊക്കെ വെച്ചിട്ട് ഈ ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റും. ഒരു വീഴ്ച വീണ് ഈ സാധനം തല കുലിയും കഴിഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യു ലൂസ് 15 minutes ഓഫ് ഷൂട്ടിംഗ് ടൈം. അത് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ്, എസ്പെഷ്യലി റിങ്ങിനകത്ത്. അപ്പം ഇതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഡേവിഡ്സിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ശ്രവൺ നമ്മുടെ ബോഡിക്കകത്ത് ബോഡി മൂവ്മെന്റ്സ് എങ്ങനെ, ഇപ്പം കലൈമാസ്റ്ററിന്റെ ടീമും കലൈമാസ്റ്ററിന്റെ ടീമിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എപ്പിസോഡ് വേണ്ടി വരും. അപ്പം മാത്രക്കെല്ലാം ഒരു മാസ്റ്ററും ടീമുമാണ് പുള്ളിയുടെ. അപ്പം മാസ്റ്റർ സ്പോട്ടിലാണ്. മാസ്റ്ററിന് ഹി ഹാസ് ടു ഹാവ് ദറ്റ് ഫീലിംഗ്. അവിടെ നിൽക്കണം, ഇത് കാണണം, ആൾക്കാരുടെ എനർജി, ഇവരുടെ ബോഡി, ഇവരുടെ എനർജി, ഇതെല്ലാം ബേസ് ചെയ്താണ് പുള്ളിയുടെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി വരിക. നമുക്ക് യു ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട്. അപ്പം എന്ത് തന്നാലും നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. അവരുടെ സ്പീഡ് BTS കണ്ടു നോക്കിയാൽ മതി. ഈ പീറ്ററും ആകാശ് എന്ന് പറഞ്ഞ ഇവരുടെ കുറെ ടീമിലുള്ള ശ്രവൺ, ഇവരുടെ കുറെ ആൾക്കാരുണ്ട്.
ഇവർ ചെയ്യുന്ന സ്പീഡ് എൻ്റെ ഞാൻ എൻ്റെ മറ്റേ സെക്കൻഡ് ഫൈറ്റിൽ ആ കറങ്ങി വന്ന് എണീറ്റ് വന്ന് ടക്ക് 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 തിരിഞ്ഞപ്പോൾ അത് മൊത്തം ഒറ്റ ഷോട്ടിൽ അവർ വന്ന് ഇങ്ങനെ തീർന്നു സാധനം. ഇത് ഞാൻ എത്താൻ നോക്കി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളും നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്ത ആളല്ല. അപ്പോൾ പുള്ളിക്ക് ആ ഋതം കിട്ടാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ അടി കൊള്ളണം, മാസ്റ്ററിന് ടച്ച് വേണമെന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഓരോ അടിക്കും അവൻ്റെ മുഖം, അവനൊറ്റ പാവം ജയൻ്റെ അടി കൊണ്ടിട്ട് മറ്റേ മുഖമൊക്കെ ചുമന്ന് ഇത് ഞാൻ ഒരടി കൊള്ളുമ്പോൾ എൻ്റെ നെഞ്ച് കിടന്ന പിഴയാണ്. അയ്യോ ദൈവമേ, അടിക്ക് ശരിക്കും മാസ്റ്റർ എങ്ങനെയെങ്കിലും ടച്ച് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ടച്ച് വേണം, കാരണം അത് അങ്ങനത്തെ റോ ഫൈറ്റ് ആണ്. അപ്പൊ ഈ ഇപ്പൊ 3 അടിയാ ടക്ക് ടക്ക് ടക്ക്, ഈ 3 അടി കൊണ്ട് കാര്യം 2 അടിയിൽ തന്നെ അവന്റെ കിളി പോകും. ഇത് എത്ര നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാല് കുറെ അന്ന് ഉച്ച വരെ ഞാൻ ഈ 3 അടി അടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അടി കൊണ്ട് എനിക്കാണെങ്കിൽ മറ്റേ വിഷമം, ഞാൻ മറ്റേ ഡാർക്ക് അവസാനം കുറെ സമയം എടുത്ത് എങ്ങനെയൊക്കെ അത് ചെയ്തു. അന്നത്തെ ആ ഫൈറ്റ് മാത്രം അവനൊരു ഒരു 10-30 അടി എന്തായാലും കൊണ്ടിട്ടുണ്ടാവും. ആ സ്ലാപ്പ് ഇത് ഞാൻ കൊടുത്തത്, എനിക്ക് കിട്ടിയതുകൊണ്ട്. ഇപ്പൊ ഞാനും എന്റെയും വൈഷ്ണവിന്റെയും ഫൈറ്റ്, ജാങ്കോ സുൽത്താന്റെയും ബസ്മാസ്റ്ററിന്റെ ഫൈറ്റ് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ റിതം അറിയാം, അങ്ങനെ ടൈമിംഗ് അറിയാം. പിന്നെ അടി കൊള്ളാനും നമുക്ക് അറിയാം. പിന്നെ ഈ അടി കൊണ്ടാലും നമുക്കതിനെ എന്തോ വി ഹാവ് ദാറ്റ് ആ ഒരു ബോണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് പറ്റും. അപ്പൊ അവന് കൊടുത്തിട്ടുള്ള നെഞ്ചിൽ അടിക്കുന്ന ആ കോൺട്ര പിടിച്ചിട്ടുള്ള അടി ഒറിജിനൽ അടിയാണ്. അത് അവൻ തന്നെ പറഞ്ഞ, ചേട്ടാ അടിച്ചോ, എനിക്ക് അടിച്ചാലേ എനിക്കൊന്ന് കിട്ടുള്ളൂ. ഞാൻ ആ 3 അടി പൊട്ട കൊടുത്തു. അതുപോലെ അവന്റെ ഫസ്റ്റ് കിക്ക്, അപ്പൊ ആ കിക്കും അവൻ ആദ്യം കിക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടു നെഞ്ചിൽ. ഞാൻ അപ്പൊ ആ ഷോട്ടിലുണ്ട്. അപ്പൊ ആദ്യം എന്റെ പൊടിയാ പോകുന്നത് ബാക്കിലോട്ട്. പൊടി പോയതിനു ശേഷമാണ് ഞാൻ പോകുന്നത്. ആ കിക്ക് കഴിഞ്ഞ് ഞാൻ ഒരു മൂലയില് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മാസ്റ്ററൊക്കെ വന്ന് വിളിച്ച് 2 പേര്, പറയണ പോലെ ചെയ്യില്ലെങ്കിൽ ഇറങ്ങിക്കും, നിങ്ങൾ കൂടുതൽ കാണിക്കുന്നത്, നിങ്ങൾ ഓവറാക്കരുത്, നല്ല രീതിയിൽ തിരിച്ചോണ്ടൊക്കെ പറയുന്നത് ഇഞ്ചറി ഉണ്ടാവും. ഞാൻ എൻ്റെ ബാക്കിൽ ക്യാമറ, അപ്പോൾ ക്യാമറ പുറത്ത് വീണാൽ ശരിയാവില്ല, അപ്പം നിങ്ങൾ വാച്ച് ചെയ്യണം, നിങ്ങൾ നേരാവണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ ചില കൊടുക്കൽ വാങ്ങുകൾ ഉണ്ട്, ഗിവ് ആൻഡ് ടേക്ക്. ഇപ്പം ഡാറ്റുവിൻ്റെയും കാർമൻ്റെയും ഫൈറ്റിൽ ഫുൾ അടിയടിയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഇപ്പം കരഞ്ഞോണ്ട് മറ്റേ അത് പറയുന്നത് ചെയ്യണമല്ലോ. അതൊക്കെ രണ്ടും മീൻസ് ആക്ഷനും ഒപ്പം, കാരണം ആ ഒരു ക്യാരക്ടർ വിടാൻ പാടില്ല. എനിക്ക് ഈ അതിന്റെ ആ ഫസ്റ്റ് മൊമെന്റിന്റെ പ്രശ്നം അതായിരുന്നു. കാരണം ഞാനിത് വന്നിട്ട് മൂവ്മെന്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ക്യാരക്ടർ മറന്നു പോകുന്നു. എനിക്ക് ദേഷ്യമുണ്ട്, കരച്ചിലുണ്ട്, ആ സംഭവം അതൊക്കെ അത് ഭയങ്കര പാടായിരുന്നു എനിക്ക് ചെയ്യാൻ, ക്രാക്ക് ചെയ്യാൻ. പക്ഷെ എന്തോ വന്നു കറക്റ്റായിട്ട് കിട്ടി. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ മാരിവില്ലൻ ഗോപുരങ്ങള്. അതുപോലെ തിയേറ്റർ, ദ മിത്ത് ഓഫ് റിയാലിറ്റി, ഇതില് സിനിമാറ്റോഗ്രാഫി ചെയ്ത് വിസിൽ ആൻഡ് ദ വിസ്പേഴ്സ്, അല്ല വിസ്പേഴ്സ് ആൻഡ് പണ്ട് ചെയ്ത അത് ഡയറക്ട് ചെയ്തിരുന്നു. ഞാൻ കുറെ വർഷം ഞങ്ങള് അതൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ 21ാമത്തെ വയസ്സിൽ 22ാമത്തെ വയസ്സിൽ സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി കൊച്ചി വന്നതാണ്. അപ്പൊ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊരു ടീം ഒക്കെ ഉണ്ടായിരുന്നു. നിമിഷ് രവി, അഹാന, ഫായും, അമിത് മോഹൻ രാജേശ്വരി, ഇങ്ങനെ കുറെ, ശ്രീനാഥ്, അങ്ങനെ കുറെ പേര്. ഇവരെല്ലാരും ഇപ്പോൾ എല്ലാവരും സെറ്റിൽ വലിയ നല്ല എത്തി. അപ്പൊ ഞങ്ങളിങ്ങനെ ആ ഗ്രൂപ്പ് വന്നിട്ട് കുറെ രണ്ട് രാഷ്ട്രീയ ഇവിടെ കിടന്ന സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറകെ നടന്ന്, കുറേ ആൾക്കാരുടെ പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പുറകെ ചാൻസ് ഇങ്ങനെ കഥ പറഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കഥ പറഞ്ഞ് നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ചെയ്യാത്ത നന്നായി. കാരണം അത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അമ്മ അന്നത്തോടെ ഞാൻ ഫീൽഡ് ഔട്ട് ആയാണ്. കാരണം നമുക്ക് അന്നും അറിയില്ല, നമ്മൾ ആ ചോരത്തിളപ്പിനെ പറഞ്ഞൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങിത്തിരിക്കുന്നതാണ്. എത്രത്തോളം പഠിക്കാനുണ്ടായിരുന്നു, എത്രത്തോളം മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത്രയും വർഷം എടുത്തു. അത് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും അന്ന് ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഓക്കെ പടം ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അങ്ങനെ ഇത് വരികയാണെങ്കിൽ ഞാൻ ഐ വുഡ് തിങ്ക് ട്വൈസ് ഓർ ത്രൈസ്. കാരണം അത്രത്തോളം നമ്മൾ അറിവ് കൂടുന്തോറും അല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുന്തോറും പിന്നെയും അന്നെന്തോ ചിലപ്പോൾ നടന്നേനെ. പക്ഷെ അത് നല്ല സിനിമയായിരിക്കുമോ അന്ന് ചിലപ്പോ എന്തോ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല സിനിമയാവുമോ മോശം സിനിമയാവുമോ എന്ന് അറിയില്ല. നടന്നില്ല, അതാണ് ഇതിന്റെ കാര്യം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ നിമിഷ് രവി, അഹാന, ഇവരുടെ എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം ഒരു ജേർണിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഭയങ്കരമായിട്ട്. കാരണം ഇപ്പൊ നമ്മള് ഈ തുടക്കം സമയത്ത് ഇപ്പൊ ഇവര് മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തില്ല.
അപ്പോൾ ആ ഒരു 2 വർഷം നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വി ആർ ഓൾ ടുഗദർ, നമ്മൾ ഒരു മുറിക്കകത്ത് കിടന്ന് തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ജേർണി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, സ്ട്രഗിൾസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ. അവർ ആ സ്ട്രഗിൾസിൻ്റെ എല്ലാം റിസൾട്ട് ഇവരെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഭയങ്കര നിമിഷയ്ക്ക് ഇപ്പോൾ എവിടെയാണ്. അതെ, ഭയങ്കരമായ സക്സസ് എല്ലാവരും. ശ്രീനാഥ് ആണെങ്കിലും അമിത് ആണെങ്കിലും ടൈമാണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു ജേർണി എത്തുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാരാണ് ഗൗതം സൂര്യ എന്ന് പറഞ്ഞ ഡയറക്ടർ, സ്ലീപ്ലെസ് ലിയോസ് എന്ന് പറഞ്ഞ വർക്കി കുറിച്ച് സംസാരിക്കാം, അതിലെത്തുന്നുണ്ട് ഞാൻ. അപ്പോൾ സുദീപ് ഇളമൻ, വർക്കി എൻ്റെ എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള എൻ്റെ പില്ലറാണ്, എൻ്റെ ഒരു യു കാണ്ട് എക്സ്പ്ലെയിൻ വാട്ട് ഹി ഈസ്. അപ്പം ഇപ്പോഴും ഇന്നലെ അവനെ കണ്ടിരുന്നു. അപ്പം എക്കാലത്തും എൻ്റെ കൂടെ റോക്ക് ആയിട്ട് എൻ്റെ പുറകെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വർക്കിയും സുദീപും ഗൗതവും ഒക്കെ. അപ്പം ഇപ്പം ഇവരൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര ലക്കിയാണ്. ഇപ്പം ഞാൻ ഇപ്പം ഈ വർക്കിയൊക്കെ അന്നേ കൊച്ചിയിലും ഉണ്ട്, ആ സമയത്ത് കുറച്ച് കാലത്തിന് ശേഷം തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ആനന്ദിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഇവരൊക്കെ ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇതുപോലത്തെ കുറേ സുഹൃത്തുക്കൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ കൊച്ചിയിൽ എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള നിൽക്കാനൊരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ അവരുടെ വീടാണ്. അപ്പോൾ ഇഫ് ഐ ഡിഡ്ന്റ് ഹാവ് ദറ്റ് സ്പേസ് ഐ വുഡന്റ് ബി ഹിയർ. എനിക്ക് അന്ന് ഹോട്ടൽ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെയൊക്കെ സ്പേസ് ഇവർ തന്ന സുദീപാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി സിനിമാറ്റോഗ്രഫി ചെയ്യാൻ തരുന്നത് 18 പടിയുള്ള സിനിമയിൽ. പിന്നെ ഗൗതമിൻ്റെയും സുദീപിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിമിഷം ഒക്കെ അവരുടെ കൂടെ ഞാൻ ഇതുപോലെ ഞാൻ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലിറിസിസ്റ്റായിട്ട്, അങ്ങനെ പല സംഭവങ്ങളും ഞാൻ പല സാധനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്ന സ്പേസും ഇവരൊക്കെ കൈപിടിച്ച് കൊണ്ടുവന്നതാണ് എന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എക്സ്ട്രീംലി ഒരു anybody who's struggling, anybody who wants to make something in the industry, I feel should have their own like safe people they can trust. അവർ എന്തിനും ഒപ്പം ഉണ്ടാകുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടെങ്കിൽ മനസ്സിലാക്കി നമ്മുടെ ഒരേ വിഷൻ ഷെയർ ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരുടെ കൂടെ യാത്ര ചെയ്യുക. നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര പാടാണ് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചെന്നെത്താൻ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ ഒരേ വിഷൻ ഷെയർ ചെയ്യുന്ന, ഒരേ എന്തൂസിയാസം, അങ്ങനെ കൂടെ നിൽക്കുന്ന കുറേ ചങ്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്താൽ മാത്രം മതി. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഓവർ ദ ടോപ്പായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ഈ കൂട്ടുകാർ കുറേ ആൾക്കാരുടെ കൂടെ അവരുടെ ജേർണിയുടെ ഒപ്പം ഞാൻ കയറി നടന്നു. അങ്ങനെ നടന്ന് റോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ. അതെ, ഞങ്ങൾ കോളേജ് ഒരുമിച്ച് പഠിച്ചാണ്. റോഷനാണ് എന്നെ ഒരു ആക്ടറാക്കിയത്. റോഷനാണ്. ഞങ്ങൾ കോളേജിൽ തിയേറ്റർ നമ്പർ 59 എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പ് നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും. റോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഐ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അവിടെ നിന്ന് നാടകം പഠിച്ചു വരിക. പിന്നെ ഇത്രയും വർഷത്തിനാണ് റോഷൻ്റെ ആദ്യത്തെ പടം കാണാൻ പോകുന്നത് ഞാൻ റോഷൻ ഒരുമിച്ചാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പടം കാണുന്നത് റോഷൻ ഞാൻ ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ വി ഷെയർ ദി സെയിം ഇമോഷൻ. അപ്പോൾ ഞാൻ കരയുമ്പോൾ റോഷൻ കരയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് ഞങ്ങൾക്ക്. ഈ ആൾക്കാരൊക്കെയാണ് കൂടെ ഉള്ളത്. ഈ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സ് ആവാനായിട്ടും അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ ആക്ടർ ആവണം എന്ന് ആസ്പയറിംഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 സിനിമ സിനിമകളോ? ഒരു സിനിമാറ്റോഗ്രാഫർ ആയിട്ട് ആഗ്രഹിക്കുന്നവർ കാണാനും അല്ലെങ്കിൽ ആക്ടർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ. എനിക്കങ്ങനെ നമുക്കങ്ങനെ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി സെക്കൻഡ് മൂവി ഡെഫിനറ്റ്ലി ഫാദർ 2 ഡെഫിനറ്റ്ലി കാണേണ്ട പടം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഈ പടങ്ങൾ കാണുന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ പറയാം. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില പടങ്ങൾ എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നൊരു പടമുണ്ട്, മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ. കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു പടമാണ്. ഞാൻ കണ്ടിങ്ങനെ ഇരുന്ന പടമാണ്. പിന്നെ ടേർട്ടിൽസ് കാൺ ഫ്ലൈ എന്നൊരു പടമുണ്ട്. ഓക്കെ, അങ്ങനൊരു പടമുണ്ട്. അത് കൊച്ചിലെ കണ്ട എന്നെ ഇൻഫ്ലുവൻസ് ഭയങ്കര കുട്ടിക്കാലത്തെ ഇറാനിയൻ, അവിടെയാണല്ലോ ഈ സ്വപ്നം ഉണ്ടാകുന്നത്. എനിക്ക് ഇറാനിയൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു സോൾ ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. പിന്നെ മലയാള സിനിമയിൽ ഒക്കെ വരികയാണെങ്കിൽ എവിടെ തുടങ്ങും ഇത്? എൻ്റെ അമ്മ എല്ലാം. ലുക്ക് അറ്റ് കോമഡി നോക്കുക തന്നെ. ഓരോ ജോണർ എടുത്തിങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോമഡി ജോണേഴ്സ് ഏതൊക്കെ ഇഷ്ടമായിരിക്കും? പ്രിയദർശൻ സാറിൻ്റെ ഏത് ആദ്യകാലത്തെ പടങ്ങൾ നോക്കിയാലും പുള്ളി കോമഡി ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര അതായത് ഇപ്പോൾ നമ്മൾ പുള്ളിയുടെ ഫിലിം മേക്കിംഗ് ബ്രില്യൻസ് എന്ന് പറയുന്നത്, പുള്ളി ഇപ്പോൾ
ഈ ചില ഷോട്ടുകൾ വെച്ചിട്ട് ഇതിന്റെ കൗണ്ടറൊക്കെ വേറെ ഏതോ രാജ്യത്തൊക്കെ ആയിരിക്കും, വേറെ ഏതോ സ്ഥലം. ഇതൊക്കെ ഈ സാധനമൊക്കെ എനിക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഇത് ഇത്ര എഫക്റ്റീവ്ലി അത് നമുക്ക് ഷോട്ട് കാണുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ചെയ്യൂല. ഇവരുടെ പെർഫോമൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള പെർഫോമൻസസ്. ഇതൊക്കെ എങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളിയുടെ ഹൗ ഹി ഹാൻഡിൽസ് കോമഡി. ലൈക്ക് സ്ലാപ്സ്റ്റിക് ആണെങ്കിലും അല്ല എന്ത് രീതിയിലുള്ള കോമഡി ആണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആണ്. എൻ്റെ ഞാൻ ചില കോമഡി സാധനങ്ങളൊക്കെ പ്രേം സാറിൻ്റെ പടങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്തുന്നില്ല, ഒരു കാലത്തില്ല. ശരിക്കും ഞാൻ പറയട്ടെ, ഹ്യൂമർ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്കറിയില്ല കേട്ടോ. അത് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്വാഗ് ഉണ്ട്, ആ ഒരു ഹ്യൂമർ ഉണ്ട്, എല്ലാം മീൻസ് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ആക്ടർ. നമ്മുടെ മാരിവില്ലൻ ഗോപുരങ്ങളും അതുപോലെ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഡയറക്ടേഴ്സ് എങ്ങനെ ചെയ്യണം, ആ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്നായിരുന്നു ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? രണ്ട് പടങ്ങൾ മാരിവില്ലൻ ഗോപുരങ്ങളുടെ വിഷ്വൽ ട്രീറ്റ്മെന്റ് അത് ഭയങ്കര ഒരു ലൈറ്റ് മൂഡ്, ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം കളേഴ്സിനെ വെച്ചിട്ടൊരു ഒരു 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 സാധനമാണ് എനിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടാതിട്ടുണ്ടായിരുന്ന ചില. പിന്നെ കുറച്ച് ക്വർക്കി ആയിരിക്കണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ബോസിൻ്റെ ഒരു വൺ ഓഫ് ദി ബ്രീഫ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അനമോർഫിക് ലെൻസസ് ഉപയോഗിച്ചത്. നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്ന ഒരു അനമോർഫിക് ആണ് ഞാൻ മാരിവില്ലൻ ഗോപുരങ്ങളിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ലെൻസ് അല്ല ഫോർ എ ഫീൽ ഗുഡ് മൂവി. സ്പെറിക്കലാണ് നമ്മൾ സാധാരണ പോവുക. പക്ഷേ ഐ യൂസ് അനമോർഫിക് ബിക്കോസ് വിഷ്വലി ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയൊരു കോക്കിനെസ് അല്ലെങ്കിൽ ചെറിയൊരു ഡൈനാമിക്സ് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് അവിടെ ബോസിനുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. കാരണം അതിൻ്റെ ഒരു ലെൻസിങ്ങും അതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈലും ആ പടത്തിന് ചെറുതായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു കളേഴ്സും പിന്നെ ഇതൊരു കുട്ടികളുടെ കുറേ സാധനങ്ങളുണ്ട്, ഫ്ലാറ്റുകൾ, ഇവര് മൊത്തത്തിൽ ഫ്ലാറ്റൊക്കെ മൊത്തത്തിൽ കുറച്ച് നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ആർട്ടൊക്കെ അനീഷ് ചെയ്തിരിക്കുന്നത്. അനീഷ് നാടോടിയാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. ഫ്ലാറ്റൊക്കെ കുറച്ച് കളേഴ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര യൂഷ്വലി കാണുന്ന റിയൽ കളേഴ്സ് അല്ല, കുറച്ച് പോപ്പുണ്ട് ചെറിയ രീതിയിൽ, കുറച്ചൊരു കാൻഡി ഫീൽ ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂമും ഗായത്രി കോസ്റ്റ്യൂംസിനകത്തും കുറേ കളേഴ്സിനകത്ത് നമ്മൾ കുറേ പേസ്റ്റൽ കളേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക്കലി അല്ല അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനെ വേറൊരു രീതിയിലാണ് അതിന് മൊത്തത്തിൽ. ഇപ്പോൾ വണ്ടിയുടെ കളർ ചൂസ് ചെയ്തത് പോലും നമ്മൾ അതിനെ റീപെയിന്റ് ചെയ്ത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ കളർഫുൾ ഹാപ്പി ക്വർക്കി എന്നുള്ളത് ഒരു തോട്ടായിരുന്നു, പാറ്റേൺ ആണ് ഞാൻ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് അറൈവ് ചെയ്തൊരു സംഭവം. തിയേറ്റർ നേരെ ഓപ്പോസിറ്റ്. തിയേറ്റർ വാസ് വെരി റിയൽ, ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. റിയൽ ആയിട്ടുള്ള ട്രൂ സ്റ്റോറി ആയിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഭയങ്കര ഗ്രിറ്റിയാണ് ആ സാധനം, ഭയങ്കര ലൈവാണ്. അപ്പം അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് നമുക്ക് നാച്ചുറലായിട്ട് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു ഷോട്ട് പോലും നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. എക്സ്റ്റീരിയറിൽ ഉള്ള 1-2 ഷോട്ട്സിൽ പോലും നമ്മൾ ലൈറ്റ് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് നെവർ ഷോട്ട് ഇൻ നാച്ചുറൽ ലൈറ്റ്. നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്തിട്ടാണ് അതെല്ലാം. എല്ലാം ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതല്ലാതെ നമുക്കതിനെ നാച്ചുറൽ ലൈറ്റ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളം സിനിമയിൽ എനിക്ക് പറ്റും, പക്ഷെ അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സാധനമല്ല. ഇവൻ ഇഫ് ഇറ്റ്സ് ആൻ എക്സ്റ്റീരിയർ ഷോട്ട്, അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ ഒരു ഷേപ്പിംഗ് ഉണ്ടെങ്കിൽ അതിന് ഇമേജിന് കുറച്ചുകൂടെ ഭയങ്കര എൻഹാൻസ്മെന്റ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എനിക്കൊന്ന് സിനിമാറ്റോഗ്രാഫി മൊത്തത്തിൽ ഷേപ്പിംഗ് നമ്മൾ ലൈറ്റ് വെക്കണം എന്ന് തന്നെ ഇല്ല. യു ക്യാൻ കട്ട് ദ ലൈറ്റ്, അല്ലെങ്കിൽ യു ക്യാൻ ആഡ് ബ്ലാക്സ്. നമുക്ക് നെഗറ്റീവ് ആഡ് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ഷെയ്ഡ്സ് കൊണ്ടുവരും, കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഈ ഇമോഷൻസ് നമുക്ക് കണ്ണുകളിൽ നമുക്ക് ഫോക്കസ് വരാം, അല്ലെങ്കിൽ മുഖത്തിന് ഒരു അവരുടെ സ്മൈലിൽ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൊണ്ടുവരാം, ഒരു സൈഡിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൊണ്ടുവരാം. അങ്ങനെ പല ഓരോന്നിനും ഓരോ ഉദ്ദേശമാണ്. അതെ 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 അതെ. ഇപ്പൊ എക്സെപ്റ്റ് ഫോർ എ വൈഡ് ഷോട്ട്, നമ്മളൊരു ക്യാരക്ടർ വൈഡ് ഷോട്ട് നിൽക്കുന്ന നമുക്ക് അവിടെ ലൈറ്റപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഡേയിലാണെങ്കിൽ. എത്രത്തോളം നാച്ചുറലായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്തുള്ള ലൈറ്റിംഗ് വൈസ്. അതിനകത്തുള്ള ഞാനും സാധനത്ത് ഞങ്ങളുടെ അസോസിയേറ്റ് ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനത്ത് ഒരുപാട് റെഫറൻസസ് ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അതെല്ലാം എങ്ങനെയൊക്കെ അവൻ്റെ കുറേ പാറ്റേൺസ്, അവൻ കുറേ ലൈറ്റിംഗ് ഡിസൈൻസ് സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് അതിലേക്ക് എത്തിയത്.
പിന്നെ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ റിയൽ ഫോളോ ചെയ്യുന്ന ക്യാമറ, ഒരിക്കലും സ്റ്റഡി ഷോട്ട്സ് വേണമെന്ന് സജ്ജനം ഉണ്ടായിരുന്നില്ല, എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ട് വളരെ മിനിമം ആയിട്ട്, പക്ഷെ ആ മിനിമം ഷോട്ട്സ് പോലും ചെറിയൊരു മൂവ്മെന്റ് ആണ്. ഫോളോ ക്യാരക്ടറിന്റെ കൂടെ സഞ്ചരിക്കുക, ബീങ് വൺ പേഴ്സൺ, നമ്മൾ അവരിൽ ഒരാളായി നിൽക്കുക എന്നുള്ളതായിരുന്നു. തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്ന് മാറിയിട്ട് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, ആ ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് കഥ പറയുക, ബി മാക്സിമം ക്ലോസ് വിത്ത് ദി ക്യാരക്ടേഴ്സ് എന്നുള്ളതായിരുന്നു ഐഡിയ. അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്. ഓരോ സിനിമകളിലൂടെയും എക്സ്പ്ലോറും ചെയ്യുകയാണ്. അതെ 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 അതെ. ഞാൻ മുമ്പ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ തന്നെ വേണം, ഇത് തന്നെയാണ് ഇതിന്റെ കറക്റ്റായിട്ട്, ഇത് യഥാർത്ഥ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതാണ് ഇതിന്റെ ബെസ്റ്റ് സാധനം. എവിടാണ്? ഒറ്റ മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞു നിർത്തോട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സാധനം എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് യു സി നമ്മൾ ചെയ്ത് നോക്കും, വർക്കൗട്ട് ആയില്ലെങ്കിൽ മാറ്റും, വർക്കായെങ്കിൽ വെക്കും. ചിലപ്പോൾ വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ സാധനം വരും, അതും ഓക്കെ ആയിരിക്കും, അതും ചിലപ്പോൾ ഭയങ്കര രസമായിട്ട് ഇത് പോകും. ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു, അത് മാച്ചായി, അത് വർക്കായി, അത് വിഷ്വലി അത് നന്നായിട്ട് വന്നിട്ടുള്ള പടമാണ്. വൺ ഓഫ് ദി ഞാൻ ഇപ്പോഴും ഭയങ്കരമായി എക്സ്പ്ലോർ ചെയ്യാനോ പഠിക്കാനോ ഉള്ള ഒരു ഫീൽഡാണ് ഗ്രീൻ സ്ക്രീൻ ഷൂട്ടിങ്. അതിൻ്റെ അത് വേറെ തന്നെ ഒരു സാധനമാണ്. അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു 100% പെർഫെക്ഷനിലേക്ക് ഇനിയും എത്താനുണ്ടെന്നാണ് എൻ്റെ ഒരു സ്വയം എന്നെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. ഇനിയും എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഒരുപാട് നല്ല വിഷ്വൽസ് കിട്ടട്ടെ. നമുക്കിനി മാച്ചിലേക്ക് പോകാം. Last and final battle. Bell is wrong and John Cena is ready. Attack. എനിക്ക് ഇതേലും ജയിച്ചേ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ തോറ്റ്. ഇല്ല സത്യമായിട്ട് ഈ ജോയ്സ്റ്റിക്ക് വർക്ക് ചെയ്തില്ല. ഇല്ലേ? നോക്കട്ടെ. അല്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എന്നെ അടുത്ത് പറഞ്ഞു. ശരി, ഞാൻ കുറച്ച് പിന്നെ ഇല്ല 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 കൊടുക്ക്. എനിക്ക് മിക്കവാറും ഞാൻ ഇത് പൊട്ടിക്കിട്ടോ. ഇല്ല ഇല്ല, എന്റെ പൊന്നുറൊക്കെ നാണം കെടുത്തല്ലേ? കുഴപ്പമില്ല. കൊട്ടിക്ക് വീച്ചു. എനിക്കിനി ഒരു തിരിച്ചറിയില്ല കേട്ടോ. എനിക്കും പറ്റില്ല. എനിക്ക് കൊട്ടിക്ക്. പിന്നെ നിങ്ങൾ കളിക്കേത് ഇടക്കേറ്. അത് ഞാനാണോ പോയത്? മനസ്സിലായില്ല. ഒന്ന് എണീക്കോ ഇവിടുന്ന്. കൊടുക്ക് അറ്റാക്ക്. തീർന്നു. ഹായ്. 1 2 3. അപ്പോ വിജയകരമായ എല്ലാ ഗെയിമും ഞാൻ തോറ്റിരിക്കുകയാണ്. ഫസ്റ്റ് മാസ്റ്ററും ജയിച്ചിരിക്കുകയാണ്. ഞാൻ തന്നെയാണോ കളിച്ചത്? സംശയമുണ്ട്. അല്ല, കുഴപ്പമില്ല. ആദ്യമായിട്ടാ ഞാൻ ഇവിടെ കിടന്ന് മരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നടക്കണില്ലായിരുന്നു. ഇനി നമുക്ക് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നത് കളിച്ചിട്ട് വൻ പരിപാടിയാണ്. ഇത് സെറ്റ് ചെയ്യണം. എനിക്ക് ഞാനിത് പ്രാക്ടീസ് ചെയ്ത് ഇനി ഒരുപാട് നല്ല രീതിയിൽ ആക്ടിങ്ങും പെർഫോമൻസും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്, വിഷ്വൽസും. താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് എന്നെ പൊട്ടിച്ചതിനും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.